ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചായയുമായിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചായയാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ് കപ്പിലുള്ള അളവാണ് കേട്ടോ. അതുപോലെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് ചായക്ക് 3/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലോട്ട് 3 ടീസ്പൂണ് ടീ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാൻ റെഡ് ലേബൽ ടീ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് 3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുത്താൽ മതി. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1, 2, 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും മധുരം. അതുപോലെ 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് മസാല ടീ ആണ് വേണ്ടതെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ പട്ട ഗ്രാമ്പു അതൊക്കെ ഒരു പൊടിക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ചെറിയ കപ്പാണെങ്കിൽ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 4 ഗ്ലാസ്സൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു 2-3 ഗ്ലാസ് ആയിരിക്കും നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ചായയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. എനിക്കൊന്നും കഴിച്ചില്ലാലും കുഴപ്പമില്ല, പക്ഷെ ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.